ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ നമ്മൾ കീം എക്സാമിനൊപ്പം എഴുതാൻ പറ്റുന്ന വേറൊരു എക്സാമിൻ്റെ ക്യുസാറ്റ് എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ക്യുസാറ്റ് എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമാണ്. ഇതിന് കൊച്ചിയിൽ പിന്നെ വിശാഖപട്ടണത്തില്ല, അവിടെയും ഇതിനൊരു ക്യാമ്പസ് ഉണ്ട്. സോ ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ, അതിനൊക്കെ മറൈൻ എഞ്ചിനീയർ, അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ക്യുസാറ്റ് എഴുതിയിട്ട് കിട്ടുന്ന എക്സാം അല്ല ക്യുസാറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടുന്ന കോളേജ്. ഓക്കെ, സോ ഈ എക്സാമിന് 225 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മിക്കതും മാത്സ് ആണ്, പിന്നെ ഫിസിക്സ് കൂടുതലാണ്, പിന്നെ കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കീമിനെക്കാളും കുറച്ചുകൂടെ പാടാണ്. ഇതിന് കൺസെപ്ഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇത് ലൈക്ക് എനിക്ക് കുറവായിരുന്നു കേസ്, ഇത് നല്ല കുറവായിരുന്നു. സോ ഇത് നമുക്ക് ഇച്ചിരി ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് കീമിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലൈക്ക് കാണാപ്പാടം പഠിച്ചിട്ട് ഡയറക്റ്റ് പോയി വെച്ച് കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടും. ഓക്കെ, പക്ഷെ ക്വിസാറ്റിന് അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ ആലോചിക്കണം. കുറച്ചുകൂടെ ആലോചിച്ചിട്ടൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് നൈസാണ്, സീനാണ്. അവിടെ ആ ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ബെസ്റ്റ് കോളേജാണ് ക്യുസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് കീം എഴുതുന്നതിനൊപ്പം ഇതും കൂടെ എഴുതിക്കോ. ലൈക്ക് കീം എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് കുറച്ച് നിങ്ങൾക്ക് അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ PYQs ഒക്കെ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ക്യുസാറ്റ് എക്സാം. പിന്നെ യെസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. കീമിന് വേണ്ടി നിങ്ങൾ എല്ലാ എക്സാംസും അടിക്കറായിട്ടുണ്ട്. സോ നിങ്ങൾ സമയം കളയാതെ പഠിച്ചോണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. സോ ലൈക്ക് ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ലൈക്ക് കുറച്ച് പാടായിട്ടാണ് വരുന്നത്. എനിക്ക് ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റിനൊക്കെ 400 അബവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 400 അബവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലൈക്ക് ടീം എക്സാമിന് എനിക്ക് ലൈക്ക് 500 അബവ് കിട്ടി. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു റേഞ്ചിൽ, അത്രയും എക്സാജറേഷൻ ഇല്ലെങ്കിലും ആ ഒരു റേഞ്ചിൽ ആലോചിച്ചോളൂ. ഓക്കെ, കാരണം ടീം ബ്രില്യൻ്റുകാർ ഇടുന്നത് നല്ല പാടായിട്ടാണ് ഇടുന്നത്. ഓക്കെ, അതായത് അവർ JEE മെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ മാർക്ക് വളരെ കുറഞ്ഞതെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ചിലപ്പം ഈ ബ്രില്യൻ്റിലെ മോക്ക് ടെസ്റ്റിൽ ഹൈ റാങ്ക് മാർക്കൊക്കെ വരുന്നവരില്ലേ, അവരൊന്നും ശരിക്കത്തെ എക്സാം പോലും എഴുതത്തൊന്നുമില്ല. ലൈക്ക് ടോപ്പ് റാങ്കുകാരൊക്കെ എന്തിനാണ് ബ്രില്യൻ്റ് കീം എക്സാം എഴുതുന്നത്? അഡ്വാൻസ്ഡ് ഒക്കെ നല്ല റാങ്ക് കിട്ടിയവർ കീം എക്സാം ഒന്നും എഴുതാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ മാർക്ക് നോക്കി വിഷമിക്കാതിരിക്കുക. ആൻഡ് അതിന് വേണമെങ്കിൽ 100+ ആലോചിച്ചാലും മതി. കാരണം ഗൈസ് എനിക്കൊരു 400ഉം 450, സോ എനിക്കൊരു 400ഉം 450ക്ക് ഇടയിലൊക്കെ ആയിരുന്നു ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കീം എക്സാം ആയപ്പം എനിക്ക് 520 ഉണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോ അവരത് മനഃപൂർവ്വം പാടായിട്ട് ഇടുന്നത്. ഓക്കെ, അവർ മെയിൻസിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് അവർ പാടായിട്ട് ഇടുന്നത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക, നല്ല റാങ്ക് കിട്ടും ഗൈസ്. നിങ്ങൾ പേടിക്കാതിരിക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് പറ്റുന്നത്രയും നിങ്ങൾക്ക് ചെയ്യാം.